ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. അതിനുവേണ്ടി രണ്ട് പൈൽ ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രീനും ഒന്ന് റെഡും. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഏതാണോ സെലക്ട് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഓരോ കാർഡിലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ഓരോ വാക്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഒരു റീയൂണിയനും സാധ്യമാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പൈൽ നോക്കാം. ഗ്രീൻ നോക്കാം എന്താണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിംഗ് എന്താണ്? നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൂടെ എന്തെല്ലാമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിൽ ആണെങ്കിൽ കൂടി ഒരു പുതിയ തുടക്കത്തിനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധത്തിന് ഒരു ഡിവൈന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളിലേക്ക് ഒന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ നിങ്ങളിലേക്ക് വരുവാനാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അവർ ഇപ്പോൾ നിങ്ങളെ വേർപെട്ടതിന്റെ വേദന പേറിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് അവർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വിരഹം അവർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ അവർക്കുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സൈക്കിൾ എൻഡായെന്ന് രണ്ടുപേരും ഒരുപോലെ തിരിച്ചറിയുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി. പക്ഷെ ഇതിൽ ഒരു പുതിയ തുടക്കം, ഒരു റീബർത്ത് സാധ്യമാകുമെന്ന് ആ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ ജീവിതമാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും. ആ വ്യക്തിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അവർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ മാത്രമാണെന്ന് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് പകരം വയ്ക്കുവാൻ വേറൊരു കാര്യത്തിനും കഴിയില്ല എന്നാണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. റിലേഷൻഷിപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം, ഒരു പുതിയ തുടക്കത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാനിപ്പോൾ തയ്യാറാണെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ആ ഒരു ഫീലിംഗിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോഴും നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തി നോക്കിയിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു പുതിയ സ്നേഹം കിട്ടുമെന്ന് ആ വ്യക്തി നോക്കിയിരിക്കുകയാണ്. തന്റെ മുന്നിലുള്ള ആ സ്നേഹത്തിന്റെ കപ്പിൽ നിന്നും നിങ്ങൾ എന്ന വ്യക്തി ഉയർന്നു വരുമെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിശ്വസിക്കുന്നു. ഇപ്പോൾ ആ ഒരു ഫീലിംഗിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടം എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് പെറ്റക്കിൾസ് ആണ്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു വരവായിരിക്കുമെന്ന് മാത്രം. ഒരു സ്നേഹവുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ വരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, എന്റെ ഹൃദയം സ്നേഹത്താൽ നിറയ്ക്കാൻ നിനക്കേ കഴിയൂ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. ഇനി അടുത്തത് നമുക്ക് റെഡ് പൈൽ നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്?
നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിംഗ് എന്താണ്? എന്തെല്ലാം ചിന്തകളുടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്? നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ദ എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു ഈഗോ ഇത്തിരി കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മുന്നിൽ തോറ്റു തരുവാൻ തയ്യാറാവാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ ഒരു ഇതിൽ നിന്നും വിട്ടുപോരുവാൻ ആ വ്യക്തിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോഴും ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുന്നു. അവരുടെ ഹൃദയം സ്നേഹത്താൽ തുളുമ്പുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ ഈഗോ കാരണം ഇത് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുവാൻ ഈ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങളെ ഒരു അമൂല്യ നിധിയായിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ കാണുന്നത്. ഒരു തരത്തിലും നിങ്ങളെ നഷ്ടപ്പെടരുതെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ഇപ്പോൾ ഈ വ്യക്തി തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അത്രമേൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നു. അതിനേക്കാൾ അപ്പുറം നിങ്ങളെ അവർ ഒരു നിധി പോലെയാണ് കാണുന്നത്. വീണ്ടും നമുക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ കാർഡാണ് കിട്ടിയത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് എല്ലാം മനസ്സിലാക്കി ഒരു നല്ല ഒരു പുതിയ തുടക്കമാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം എനർജി ആയിട്ട് നമുക്ക് സെക്കൻഡ് പൈലിലും കിട്ടിയത് നൈറ്റ് ഓഫ് പെറ്റക്കിൾസ് ആണ്. ഇതും ഒരു സ്ലോ ആയിട്ടുള്ള ഒരു വരവായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, കൂടെ ഇല്ലെങ്കിൽ പോലും നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അവരുടെ ഹൃദയം നിങ്ങളോട് പറയാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്.